ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അല്ലേ മുടി. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2024 ഫസ്റ്റ് വ്ളോഗാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങൾ ഇന്നാണ് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നത് കേട്ടോ അല്ലേ. കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണല്ലോ നമ്മൾ നേരിട്ട് കാണുന്നത് വീഡിയോയിലൂടെ. അപ്പോൾ ഈ വർഷം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോം സിറ്റി, നമ്മുടെ നാട് കാസർഗോഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കറങ്ങാൻ വരുന്നതും അതുപോലെ സാധനങ്ങൾ കാസർഗോഡ് ജില്ലയാണെങ്കിലും നമ്മൾ കാഞ്ഞങ്ങാടാണ് എല്ലാ ആവശ്യത്തിനും വരുന്നത്. അതെ അതെ, ഞാൻ കുറച്ച് വളച്ച് തിരിച്ച് പറയാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ ഒറ്റയടിക്ക് പറഞ്ഞു കളഞ്ഞു. ഞങ്ങൾ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് കാഞ്ഞങ്ങാട് സിറ്റിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാടുള്ള കാഴ്ചകളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ കാഞ്ഞങ്ങാടിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാരൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അല്ലേ മുട്ടി. അതാണ് നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമുക്ക് കൂടെ വേണ്ടത്. അത് ഇരിക്കട്ടെ, എല്ലാവരും ഷെയർ ആക്കട്ടോ. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ വളർച്ച. കാരണം 2024 തുടങ്ങി ഇനി നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഉയരങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് എന്തിലേക്ക് എത്തിയപ്പോഴത്തേന് നമ്മൾ ആഗ്രഹിച്ചൊരു ഒരു പടി നമ്മളൊരു ചവിട്ടി അല്ലേ. അപ്പോൾ ആ ഒരു ചവിട്ട് കിട്ടിയത് ചവിട്ടാൻ കാരണം നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും സപ്പോർട്ട് കൂടെ തന്നെ വേണം. അല്ല ഞങ്ങളല്ല, ഞങ്ങൾക്ക് ചവിട്ടി പടിപടി കയറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതിയെ കയറുകയാണ്, വീഡിയോ തുടങ്ങുകയാണ് അല്ലേ അമ്മൂട്ടി. അപ്പം അമ്മൂട്ടിക്ക് തന്നെ നമ്മുടെ കാഞ്ഞങ്ങാടിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അമ്മൂട്ടിയുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫിൽ കൂടുതൽ വരുന്നത് കാഞ്ഞങ്ങാടാണ്. അതെ അതെ, എനിക്ക് കാഞ്ഞങ്ങാടേക്കും കാസർഗോഡേക്കും ഒരേ ദൂരം തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ടിൻസൻ്റെ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടാണ്. ഇപ്പോൾ ഞാനിതല്ല പറയാൻ വേണ്ടി വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സ്ഥലവും ഈ കാഞ്ഞങ്ങാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ദൂരത്തിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ബൈ ദ വേ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും കാഞ്ഞങ്ങാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാഞ്ഞങ്ങാടിലെ ഓരോ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഞാനും അമ്മൂട്ടി എപ്പം വന്നാലും നമ്മുടെ കാഞ്ഞങ്ങാടിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേന് ആദ്യം ഇൻട്രോ പറയുന്നൊരു ഏരിയ ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് അല്ലേ അമ്മൂട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസർഗോഡേക്ക് പോകുന്ന ഹൈവേ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കാസർഗോഡ് മാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി കാഞ്ഞങ്ങാട് ടൗണിലേക്ക് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഈ ഒരു ലോക്കൽ ഏരിയയിലുള്ള ബസ്സുകളൊക്കെ ഓടുമ്പോഴത്തേന് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർത്തിയിട്ട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മൾ എത്ര വട്ടം ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഒരുപാട് ഇവിടെ തന്നെ ഇറങ്ങിയിട്ടാണ് നമ്മൾ. ഇനി നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ പഴയ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട് കേട്ടോ ഈ ഒരു ബസ് സ്റ്റാൻഡ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിലോട്ട് ഈ ഒരു ബസ് സ്റ്റാൻഡും ഈ ഒരു ഷേപ്പും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് പണിതിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ബസ് സ്റ്റാൻഡിലുള്ള നൊസ്റ്റാൾജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും വലിയൊരു ഇപ്പോൾ ഒരു സിറ്റിയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാഞ്ഞങ്ങാട്, ഇതാണ് നമ്മുടെ സിറ്റി. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോഴത്തേന് നമ്മളൊക്കെ വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ്. പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് മമ്മി നമുക്ക് ഓറഞ്ചൊക്കെ മേടിച്ച് തന്ന് ഇതുപോലെ ബസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോഴത്തേന് തനിയെ ഉറങ്ങിപ്പോകും. ആ ഒരു ഓർമ്മകളൊക്കെ വരും കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90 കിഡ്സിനൊക്കെ ആ ഒരു ഓർമ്മകൾ വരും. കാരണം ഇവിടുത്തെ വന്ന് ബസ് ഇറങ്ങുന്നതും ബസ് പോകുന്നതും ഒക്കെ ഓർമ്മ വരും. അപ്പം അത്രയും ഒരു നൊസ്റ്റാൾജി തരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് കാഞ്ഞങ്ങാടിലെ ഈ ഒരു ബസ് സ്റ്റാൻഡ്. ശരിക്കും പറഞ്ഞാൽ കാഞ്ഞങ്ങാടുകാരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഫെമിലിയറാണ്. നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ ഒരു സെൻറ്ററാണ് കേട്ടോ ഇത്. നമ്മൾ കാഞ്ഞങ്ങാടിലേക്ക് വരുവാണെങ്കിൽ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നേരെ വരുന്നൊരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാഞ്ഞങ്ങാട് സിറ്റി ഫുള്ള് നമ്മളൊന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രോസ് കഴിയാതെ പോകുന്നത് ആരുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നതും ഈ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ. അപ്പം മെയിൻ ഒരു കാഞ്ഞങ്ങാടിൻ്റെ ഒരു സെൻറ്ററാണ് കേട്ടോ ഇത്. കാഞ്ഞങ്ങാടിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ റൂട്ടാണേ അല്ലേ അമ്മൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അകത്ത് തന്നെ സിറ്റിക്കകത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഹോസ്പിറ്റല് ജ്വല്ലറീസ് അങ്ങനെ എന്തുകൊണ്ട് എല്ലാ ഷോപ്പുകളും അവൈലബിൾ ആണ്. നമുക്ക് രണ്ട് സൈഡിലൂടെ നടന്നു പോകുമ്പോഴത്തേനും കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് കാലമാകുമ്പോഴത്തേനും ഇന്ന് അതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്ക് വീഡിയോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ അനങ്ങാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. നടക്കുമ്പോഴത്തേന് തല പുകഞ്ഞു അതുപോലത്തെ ചൂടായിരിക്കും. പക്ഷേ ഇവിടുത്തെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ കുഞ്ഞിലൊക്കെ ഉണ്ടല്ലോ അമ്മൂട്ടി, ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ടാവുമായിരുന്നേ ഈ സൈഡിൽ. ഈ വീഡിയോ കാണുന്ന ഒരുപാട് കാഞ്ഞങ്ങാടുകാർക്കൊക്കെ അത് അറിയാവുന്ന സംഭവം. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
പിന്നെ മരങ്ങളൊക്കെ ആയി, പൂക്കളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ അടിയിലായിരുന്നു ബസ്സൊക്കെ നിർത്തിയിരുന്നത്. അപ്പോൾ ആ ബസ്സിൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന ബസ്സൊക്കെ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനി ഉറങ്ങിപ്പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലുണ്ടായിരുന്നു. വികസനത്തിൻ്റെ ഭാഗമായിട്ട് മരങ്ങളൊക്കെ മുറിച്ചു. അപ്പോൾ ഇപ്പോൾ അതില്ല, സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം ആക്സസ് ആണ്. പക്ഷേ എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടിച്ച് ഉച്ചയ്ക്ക് കയറും, അതാണ് അവസ്ഥ. എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് എത്തുകയെന്ന് പറയാൻ കുറേ ദൂരം. ഇപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നുണ്ട്. അത് റോഡൊക്കെ റെഡി ആയപ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് കാഞ്ഞങ്ങാടേക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും അയ്യോ അത്രയും ദൂരം പോകണം എന്നൊരു ഇതായിരുന്നു പണ്ട്. അയ്യോ അത്രയും പോകണല്ലോ എന്ന് മടിയായിരുന്നു. ഇപ്പോൾ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തി. അങ്ങനെ ഞാനും മമ്മൂട്ടിയും ഇപ്പം നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലുള്ള, അതായത് കാഞ്ഞങ്ങാടിലെ പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത്. ഇതുവരെ ബസ്സൊക്കെ അധികം സ്റ്റോപ്പൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ബസ്സൊക്കെ വന്ന് കയറി ഇവിടെ ജസ്റ്റ് കയറി പോയി നമ്മൾ നേരത്തെ കണ്ട അതേ പഴയ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് ആൾക്കാരെ എടുത്തിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അങ്ങനെ അടുത്ത് തിയേറ്റർ ഉണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ആൾക്കാർ വരാത്തതും വണ്ടി കയറാത്തതൊന്നും എനിക്ക് അതിനെപ്പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു പക്ഷേ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് കുറച്ചുകൂടെ മാറിയതും ആയതുകൊണ്ടായിരിക്കും. മിക്കവരും അവിടെ തന്നെയാണ് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന ആവശ്യം അതെ, അവിടെയാണ് എല്ലാ ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മേ ബി ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും അധികം വരാത്തതായിരിക്കാം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ, അല്ലേ? അവിടെ ചെറുതും വലിയ ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഭാവിയിൽ ഇവിടെ ബസ്സൊക്കെ കയറി വന്ന് ഇതെല്ലാം ഫുൾ ഓൺ ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും പ്രതീക്ഷിക്കുക, അല്ലേ മുട്ടി? അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു റിലാക്സിങ് പ്ലേസ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് കാഞ്ഞങ്ങാടിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ അത് അങ്ങോട്ട് നല്ല ക്ഷീണിച്ച് പൂപ്പാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കാല് കുത്തുമ്പോഴത്തേന് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഇവിടെ വരുമ്പോഴത്തേനും നമുക്കത് കിട്ടും കേട്ടോ. കാരണം അത് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് കടൽ തൊട്ടടുത്തുള്ളതുകൊണ്ട് എപ്പോഴും നല്ല കടൽക്കാറ്റും കിട്ടും. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തപ്പോഴത്തേനും ഒരുപാട് യാത്രകൾ ചെയ്തപ്പോഴും അത് കൊണ്ടുവിടാനും വരാനും എല്ലാം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലം കാസർഗോഡിലാണ് നമ്മുടെ നാടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വന്നിറങ്ങുന്ന സ്ഥലം കാഞ്ഞങ്ങാടാണ്. തിരിച്ചു വരുമ്പോഴത്തേനും അതെ ഈ ഒരു സ്റ്റേഷന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേനും കിട്ടുന്നൊരു ഫീല് അത് കിട്ടിയില്ല. ഇനി ഇവിടെ വന്നിട്ട് ട്രെയിൻ കണ്ടില്ല എന്ന് പറയരുത്, ട്രെയിൻ വന്നുകൊണ്ടുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ, ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ. അതുകൊണ്ട് ഇവിടെ മൂന്ന് ട്രാക്കാണുള്ളൂ. അതിൻ്റെ നടുക്കൂടത്തെ ട്രാക്കിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ കണ്ടിങ്ങനെ ട്രെയിൻ ആസ്വദിച്ചിങ്ങനെ പോവാം. കാരണം നല്ല മഴയത്ത് ഇതുപോലെ ഒരു കാത്തിരിക്കുന്ന ഒരു മൂഡൊക്കെ ഇടുന്നു കേട്ടോ. ഒരിടയ്ക്ക് എല്ലാവരും കാണാൻ വേണ്ടി വന്നിരുന്ന ഒരു ട്രെയിനാണ് കേട്ടോ വന്ദേ ഭാരത്. ഇപ്പൊ ഒരു മനുഷ്യനും ഒരു ആരും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. വന്ദേ ഭാരത് കാഞ്ഞങ്ങാട് എത്തിയപ്പോഴത്തേന് ഏകദേശം 1 മണിയായി കേട്ടോ. കാഞ്ഞങ്ങാടിന് ഞാൻ ജനിച്ചെന്ന് മാത്രം പ്രത്യേകത മാത്രമല്ല കേട്ടോ, അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഹാപ്പിനെസ് നൽകിയ ഒരു സ്ഥലം കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിൻ്റെ ലൈഫിലേക്ക് വന്ന എനിക്ക് ആ ഒരു മൊമെൻറ്റ് ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ ചർച്ചയിൽ നിന്നായിരുന്നു നമ്മുടെ കല്യാണം നടന്നത്. അമ്മൂട്ടി, എന്താണ് ആ ഒരു മൊമെൻറ്റ് നമ്മളിവിടെ വണ്ടി വന്ന് ഇവിടെ നിർത്തിയപ്പോഴത്തേനും നിനക്കുള്ള ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നുമില്ലായിരുന്നു. എന്തായാലും ചവക്കണം. അങ്ങനെ ഇനിവേ എന്താണെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് നമുക്ക് അങ്ങനെ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങളും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ച ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. CSI ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നാണ് നമ്മുടെ മാരേജ് നടന്നത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് അടിച്ചു പൊളിച്ച് നമ്മുടെ മാരേജൊക്കെ നടന്നത് 2023. ഇനി 2024 എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മുടെ കാഞ്ഞങ്ങാട് നിന്നും, അതായത് നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് തന്നെയുള്ളൊരു ഡിവൈൻ പ്ലേസ് ആണ് കേട്ടോ ഈ കാണുന്ന നിത്യാനന്ദ ആശ്രമം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്
ഒരു പീസ്ഫുൾ ഏരിയ ആണ്. അതോടൊപ്പം ഒരുപാട് ചരിത്രവും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറയാനുണ്ട്. കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല, ഗൂഗിളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു ആശ്രമവും അതിൻ്റെ മുകളിലൊരു ക്ഷേത്രവും ഉണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള വലിയൊരു പാറയുണ്ട്. അതിൻ്റെ അടിയിൽ ഏകദേശം 43ഓളം കേവ്സ് ഉണ്ട്. അതായത് പണ്ട് ഈ തപസ്സൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് കേവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതല്ല, ഈ ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയും കൂടാണ് കേട്ടോ. ഈ ഒരു നിത്യാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഹോസ്ദുർഗ് കോട്ടയുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ കാഞ്ഞങ്ങാട് വന്ന് ഓരോന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതൂടെ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ. അത് മാത്രമല്ല കേട്ടോ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻ മാത്രമല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ മുടി എല്ലാ നാട്ടിലുള്ളതുപോലെ തന്നെ വളരെ ചെറിയ ചീപ്പ് റേറ്റിലൊക്കെ കിട്ടുന്ന ഷോപ്പുകളും ഇതുപോലെ ബോംബെ സെയിൽസ് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ മുടി. പിന്നെ അതുപോലെ തന്നെ ഈ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേന് ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പ് റേറ്റിൽ എന്താ പറയുക വലിയൊരു കളക്ഷൻ തന്നെ ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇതാണ് കേട്ടോ നമ്മുടെ കാഞ്ഞങ്ങാടിലെ മാർക്കറ്റിലേക്ക് പോകുന്ന ഏരിയ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയോരങ്ങളിൽ നല്ല നാച്ചുറലായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഒരുപാട് ചേച്ചിമാർ വെച്ചിട്ടുണ്ട്. പിന്നെ പഴങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ, ഫ്രഷ് ഇറച്ചി ഇതൊക്കെ കിട്ടും കേട്ടോ. അത് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. മാർക്കറ്റിലേക്ക് പോയ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നില്ല കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഫെസ്റ്റിവൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഭയങ്കര തിരക്കുണ്ടാകുന്ന സമയം കേട്ടോ. കാരണം പച്ചക്കറികളും അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആൾ കൂടി ഇങ്ങനെ ഇടിച്ചു കൂത്തുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മളെ മഴ വന്നപ്പോഴത്തേനൊന്ന് വണ്ടി ഒന്ന് സൈഡാക്കി കേട്ടോ. നമ്മളൊന്ന് നിർത്തിയതാണ്. ഇതാ ബാക്കിൽ കണ്ടില്ലേ, മാവുങ്കാലിൽ നാഷണൽ ഹൈവേയുടെ പണിയെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആ പണിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. നമ്മൾ കാഞ്ഞങ്ങാടിലുള്ള വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം പുരോഗമനം ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മഴവെള്ളം എൻ്റെ ദേഹത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ മഴ പെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും കാണിച്ചു തരാനും പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. ഇതോ അമ്മൂട്ടിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മഴയായതുകൊണ്ട് പനി പിടിക്കേണ്ട എന്നുള്ള അവസ്ഥയിൽ അമ്മൂട്ടിനെ ഇവിടെ നിർത്തിയൊക്കെയാണ്. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഏറ്റവും വലിയ നമുക്ക് പണി കിട്ടുന്ന ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോഴാണ്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മളോട് ഒരുപാട് നാളായിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കാഞ്ഞങ്ങാട് സിറ്റി അതുപോലെ കാസർഗോഡ് സിറ്റിയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേക്കലിൽ പോയി വീഡിയോ ചെയ്തപ്പോഴത്തേന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്കുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാഞ്ഞങ്ങാടിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. ബാക്കി നമുക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു, ബാക്കിയുണ്ട് കാണിച്ചു തരാൻ. അപ്പോൾ എല്ലായിടത്തും ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമായില്ല, നമുക്കെല്ലാം പോയി കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഞങ്ങൾ മടങ്ങുകയാണ് അല്ലേ മുടി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കാണാം. ബൈ ബൈ.